നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരെ സമാപിച്ച T20 പരമ്പരയിലെ ഫ്ലോപ്പ് ഷോയിൽ മലയാളി വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായ സഞ്ജു സാംസണ് തീർച്ചയായും വലിയ വിഷമം തന്നെ ഉണ്ടായിരിക്കും. കാരണം T20യിൽ ടീമിന്റെ ഓപ്പണിംഗ് വിക്കറ്റ് കീപ്പിംഗ് റോൾ അരക്കിട്ടുറപ്പിക്കാനുള്ള അവസരമാണ് സഞ്ജു പാഴാക്കി കളഞ്ഞത്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ മിന്നിച്ചിരുന്നുവെങ്കിൽ സഞ്ജു സീറ്റ് ഉറപ്പിക്കുമായിരുന്നു. പക്ഷേ ഒരു അർദ്ധ സെഞ്ചുറി പോലും ഇല്ലാതെയാണ് സഞ്ജുവിന് പരമ്പര അവസാനിപ്പിക്കേണ്ടി വന്നത്. ഏറ്റവും ഉയർന്ന സ്കോർ 5 മത്സരങ്ങളിൽ നിന്ന് കളിച്ചിട്ട് കിട്ടിയ സ്കോർ ഏറ്റവും ഉയർന്ന സ്കോറായിട്ടുള്ളത് 26 റൺസ് മാത്രം. 5 മത്സരങ്ങളിൽ നിന്ന് മൊത്തമായി സഞ്ജു നേടിയത് വെറും 51 റൺസും. ഈ പരമ്പരയിലെ ദയനീയ പ്രകടനം കാരണം T20 ടീമിൽ നിന്നും മുഖ്യ കോച്ച് ഗൗതം ഗംഭീർ ഇനി സഞ്ജുവിനെ കൈവിടുമോ എന്നാണ് അറിയാനുള്ളത്. T20 പരമ്പരയിൽ സഞ്ജുവിൻ്റെ ഈ വീഴ്ച ചില താരങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് ഉറപ്പാണ്. കാരണം എങ്കിൽ മാത്രമേ T20 ടീമിലേക്ക് ഇവർക്ക് ഒരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കുകയുള്ളൂ. ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം ബാറ്റിങ്ങിൽ വൻ ഫ്ലോപ്പായി മാറണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു സമയത്ത് T20യിൽ രോഹിത് ശർമ്മയുടെ സ്ഥിരം ഓപ്പണിംഗ് പങ്കാളിയായിരുന്ന ഇടം കൈയ്യൻ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷനാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ. ഒരു വർഷത്തിലേറെയായി അദ്ദേഹം ദേശീയ ടീമിന് പുറത്താണ്. 2023 നവംബർ 28 ഓസ്ട്രേലിയയുമായി ഗുവാഹത്തിയിൽ നടന്ന T20യിലാണ് ഇഷാൻ അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. അതിനുശേഷമുള്ള സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിനിടെ പാതി വഴിയിൽ നാട്ടിലേക്ക് മടങ്ങിയ അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പോലും കളിക്കാതെ ഏറെ നാൾ മുങ്ങി നടക്കുകയായിരുന്നു. BCCIയും ഇന്ത്യൻ കോച്ചായ രാഹുൽ ദ്രാവിഡുമെല്ലാം ആവശ്യപ്പെട്ടിട്ടും രഞ്ജി ട്രോഫിയിൽ കളിക്കാൻ ഇഷാൻ കിഷൻ തയ്യാറായില്ല. ഇതോടെയാണ് താരത്തിന്റെ കഷ്ടകാലം തുടങ്ങിയത്. BCCIയുടെ മുഖ്യ കരാറിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇഷാൻ ദേശീയ ടീമിൽ നിന്നും പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. T20യിൽ ഭേദപ്പെട്ട റെക്കോർഡാണ് താരത്തിനുള്ളത്. 192 മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള ഇഷാൻ 28.41 ശരാശരിയിൽ 133.11 സ്ട്രൈക്ക് റേറ്റിൽ 4916 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. 3 സെഞ്ചുറികളും തൻ്റെ T20 കരിയറിൽ കുറിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിവേഗം സ്കോർ ചെയ്യാൻ മിടുക്കനായ ഇഷാൻ T20 ഫോർമാറ്റിന് ഏറ്റവും അനുയോജ്യനായ താരം കൂടിയാണ്. സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ KL രാഹുലാണ് സഞ്ജു സാംസന്റെ വീഴ്ച ആഗ്രഹിച്ചിട്ടുള്ള രണ്ടാമത്തെയാൾ. ദീർഘകാലം രോഹിത് ശർമ്മയ്ക്കൊപ്പം T20യിൽ ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണറായിരുന്നു രാഹുൽ. ശ്രദ്ധേയമായ പല പ്രകടനങ്ങളും രാഹുൽ നടത്തിയെങ്കിലും പിന്നീട് സ്ട്രൈക്ക് റേറ്റിൽ വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിക്കുകയും ഇത് അദ്ദേഹത്തിന് ടീമിലെ സ്ഥാനവും നഷ്ടപ്പെടുത്തുകയായിരുന്നു. എങ്കിലും T20യിൽ തൻ്റെ തിരിച്ചുവരവ് സാധ്യത രാഹുൽ പൂർണ്ണമായും കൈവിട്ടിട്ടില്ല. 2022 നവംബറിൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു അദ്ദേഹം അവസാനമായി ഇന്ത്യക്ക് വേണ്ടി T20യിൽ കളിച്ചത്. അതിനുശേഷം ഒരിക്കൽ പോലും T20 ടീമിലേക്ക് താരം പരിഗണിക്കപ്പെട്ടതുമില്ല. IPLൽ ഉൾപ്പെടെ 226 T20കളിൽ ഇതിനകം കളിച്ചതിൻ്റെ അനുഭവ സമ്പത്ത് രാഹുലിനുണ്ട്. 135.85 സ്ട്രൈക്ക് റേറ്റിൽ 7586 റൺസ് അദ്ദേഹം വാരിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. 6 സെഞ്ചുറികളും 65 അർദ്ധ സെഞ്ചുറികളുമാണ് T20യിൽ രാഹുലിൻ്റെ സമ്പാദ്യം. ഏത് ബാറ്റിംഗ് പൊസിഷനിലും കഴിയുന്ന ബാറ്റർ എന്നത് രാഹുലിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അടുത്ത IPLൽ കസറിയാൽ അദ്ദേഹത്തിന് ഇനിയും T20 ടീമിലേക്ക് മടങ്ങിയെത്താം. യുവതാരം ഋതുരാജ് ഗെയ്ക്വാദാണ് ഈ ലിസ്റ്റിലെ മറ്റൊരാൾ. ഇന്ത്യൻ ടീമിനകത്തും പുറത്തുമായി തുടരുന്നയാളാണ് അദ്ദേഹം. എന്നാൽ T20യിൽ അവസരം ലഭിച്ചപ്പോഴെല്ലാം ഇത് മുതലാക്കാനും ഋതുരാജിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ സിംബാബ്വെക്കെതിരെയാണ് അദ്ദേഹം അവസാനമായി T20യിൽ കളിച്ചത്.